സാറേ സാറേ ഇന്ന് യൂട്യൂബിൽ ഇട്ട വീഡിയോയിൽ ധാരണയെക്കുറിച്ച് സാറ് പറഞ്ഞിട്ടുണ്ട്. ധാരണ അതൊരു സംസ്കാരമായിട്ട് രൂപപ്പെടുന്നതാണെന്നും മുൻ ജന്മങ്ങളിലെ ആ സംസ്കാരമാണ് ഈ ജന്മത്തിലെ അവൻ്റെ ശ്രദ്ധയ്ക്ക് കാരണമാകുന്നതെന്നും ഒക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ അവസാനം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം, ഒരാൾ ഒരു ജന്മത്തിൽ ഒരാളെ സ്നേഹിക്കപ്പെടുന്നുവെങ്കിൽ അടുത്ത ജന്മത്തിൽ ഉപദ്രവിക്കാനായിട്ട് വരികയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിയമമായിട്ട് പറഞ്ഞ എല്ലാ സാധ്യതയുണ്ടെന്ന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അത് കുഴപ്പമില്ല, അതിങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ സാറ് അടുത്തവണ ചോദിക്കും എത്രാമത്തെ ജന്മത്തിലാണ് ഇനി ഉപദ്രവിക്കാൻ സാധ്യത, എത്രാമത്തെ ജന്മത്തിൽ ഇഷ്ടപ്പെടും എന്നൊക്കെ കണക്കും ചോദിച്ചിട്ട് വരും. അതുകൊണ്ടാണ് അത് വേണ്ട മുൻകൂർ ജാമ്യം എടുക്കുന്നത്. അപ്പോൾ എൻ്റെ സംശയം, ഈ ഒരു സ്നേഹവും ഒരു സംസ്കാരമായിട്ട് രൂപപ്പെടുന്നതല്ലേ? അപ്പോൾ അങ്ങനെയുള്ളപ്പം ആ സ്നേഹം കൂടുതൽ വികസിതമായിട്ട് അടുത്ത ജന്മത്തിലേക്ക് വരേണ്ടതല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇത് ഓപ്പോസിറ്റായിട്ട് സംഭവിക്കുന്നത്? സ്നേഹം സംസ്കാരമായിട്ട് രൂപപ്പെടുന്നതല്ല, സ്നേഹം മനുഷ്യൻ്റെ സ്വതവേയുള്ള സ്വഭാവമാണ്. കാരണം ആ പ്രേമം എന്ന് പറയുന്നതാണ് ദിവ്യ സ്വരൂപം എന്ന് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്ന് പറയുന്ന പ്രേമമാണ്, സ്നേഹമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നാണല്ലോ എല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഭൂമിയും സൗരയൂഥങ്ങളും ഒക്കെ തന്നെ നിശ്ചിതമായിരിക്കുന്ന അകലങ്ങളിൽ നിന്നുകൊണ്ട് ആകർഷിതരായിരിക്കുകയും വികർഷിതരായിരിക്കുകയും ചെയ്തുകൊണ്ട് വളരെ മര്യാദയോടുകൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൗരയൂഥത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാം. അപ്പോൾ നമ്മുടെ സഹജമായിരിക്കുന്ന സ്വഭാവമാണ് ഈ യഥാർത്ഥ പ്രേമം. നമ്മളതിനെ സെൽഫിഷായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന പ്രണയവും മറ്റു കാര്യങ്ങളൊക്കെ. നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ, അത് ശ്രീ മൊയ്തീൻ പറഞ്ഞതുപോലെ, നമ്മൾ പ്രൊസസ് ചെയ്യാനുള്ള നമ്മുടെ താല്പര്യത്തിലാണ് പ്രണയമൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടേതാക്കണം എന്ന് തോന്നുന്നിടത്താണ്. ഒരു ഗുരുവിനോട് പോലും പ്രേമം തോന്നാൻ പാടാണ്. കാരണം എന്ന് വെച്ചാൽ ഗുരുവിനെ നമ്മുടെ കയ്യിൽ നിൽക്കുമോ എന്നുള്ള സംശയം വരും. ആകാശത്തെ പോലെയും അനന്തമായിരിക്കുന്ന സമുദ്രത്തെ പോലെയുമാണ് ഗുരു. നമുക്ക് മാത്രം അവകാശപ്പെടാനൊന്നുമില്ല ഇവിടെ. അപ്പോൾ അതിനെ പ്രേമിക്കാൻ കുറച്ച് പാടാണ്. നമുക്കൊരു ചിത്രമോ അല്ലെങ്കിൽ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോയോ ശിവൻ്റെ ഫോട്ടോയോ ഒക്കെ എടുത്ത് വെച്ച് ഞാനിതിനെ പ്രേമിക്കുന്നു എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ഈ വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്നവരെ കണ്ടിട്ടില്ലേ? അവർക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ ചിലപ്പോൾ അഴിയാൻ പറ്റില്ലായിരിക്കും. ഇവരതിനേക്കാളും മനുഷ്യർ, കാരണം ആ മൃഗങ്ങൾ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരുന്നത്. ബൊമ്മകളെ പോലെ. സുശീല പാടിയൊരു പാട്ടുണ്ട്, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത, കേട്ട് കാണുമല്ലോ, ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് പറയുന്ന പാട്ട് ഓർമ്മിച്ചു വേണം. മനസ്സിലല്ലേ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? പഴയ പാട്ടാണ്, അതുകൊണ്ട് ചോദിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അതിനെയൊക്കെ പ്രേമിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം മനുഷ്യനെ പ്രേമിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ടാണല്ലോ അടുത്ത് നിൽപ്പോൻ അഞ്ജനെ കാണാൻ അക്ഷികളില്ലാത്തവൻ അരൂപൻ ഈശ്വരൻ അധ്യക്ഷനായാലും എന്ത് ആശ്ചര്യം എന്ന് ഉള്ളൂർ പാടി വെച്ചിരിക്കുന്നതിന് കാര്യം അതുകൊണ്ടാണ്. അടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ വലിയ അരൂപനായ ഈശ്വരനെ കാണാൻ വേണ്ടി മെനക്കെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്നവിടെ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ സഹജമായിരിക്കുന്നൊരു പ്രേമം നമ്മളിൽ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്നുള്ളത് മാറ്റി ചോദിച്ചില്ലെങ്കിലും അതിലേക്ക് ഞാൻ വരികയാണ്. പിന്നെ എന്താണ് കൾട്ടിവേറ്റ് ചെയ്യേണ്ടി വരുന്നത്? ബോധം പ്രപഞ്ചമായി ആവിർഭവിക്കുന്നത് അബോധാവസ്ഥയിൽ തന്നെയാണ് എന്ന് വച്ചാൽ എന്താണ്? ബോധം പ്രപഞ്ചമായി തീരുമ്പോൾ ഈ പ്രേമരാഹിത്യവും ഉണ്ടായിരിക്കുന്നു എന്ന് മനസ്സിലായി വേണം. പ്രേമം ഉണ്ടെങ്കിൽ പിന്നെ ബോധമായി, ശരിയല്ലേ? അപ്പം അതുകൊണ്ടാണ് മനുഷ്യന് പ്രണയം പ്രാപിക്കാനുള്ള താല്പര്യം, സ്വന്തം സമ്പത്താക്കാനുള്ള താല്പര്യമൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നേരത്തെ ചോദിച്ച പോലുള്ള ഇല്ലായ്മകളെക്കുറിച്ചുള്ള ബോധം വരുന്നത്, എനിക്കില്ല, എൻ്റേതല്ല എന്ന് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വൈകല്യം മനസ്സിനകത്ത് ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് കൾട്ടിവേഷൻ ഓഫ് ലവ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് മനുഷ്യന് ആവശ്യമുണ്ടെന്ന് മതങ്ങളോ സംഹിതകളോ ഒക്കെ പഠിപ്പിക്കുന്നത്. ഒരു കുട്ടിയായിരിക്കുന്ന അവസ്ഥയിൽ അവന് സഹജമായി സ്നേഹം ഉണ്ടാകുമെങ്കിൽ പോലും വളർന്നു വരുമ്പോൾ അവൻ വളരെ സെൽഫിഷായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. സെൽഫിഷായിട്ട് മാറിയേക്കെ ഉള്ളൂ, എന്നാലേ അവന് ജീവിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടെ വളർന്നു വന്നു കഴിയുമ്പോൾ പിന്നെ ആ കൾട്ടിവേഷൻ ഓഫ് ലവ് ആവശ്യപ്പെടുന്നു. അവൻ സ്നേഹം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാവും.
അതുണ്ടാകുന്നതിന് കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഹജമായിട്ട് അവൻ പ്രേമസ്വരൂപനാണെങ്കിൽ പോലും അവൻ പ്രേമസ്വരൂപനാണെന്ന് തിരിച്ചറിയാതിരിക്കുന്നിടത്തോളം കാലം അവന് ആ പ്രേമമില്ല. ഇപ്പം മാത്യു ഒരു രാജകുമാരനാണെന്ന് അറിയാമെങ്കിൽ എന്ത് മര്യാദയ്ക്ക് പെരുമാറിയനെ അല്ലേ? അല്ലെ, അനന്തമായിരിക്കുന്ന സ്വത്തിൻ്റെ പിന്നെ മര്യാദകരായിട്ട് പെരുമാറുന്നതിന് സൂചനയൊന്നുമില്ല. ഞാൻ പറയണം, കുറച്ചുകൂടെ ദയാലുവും ഞങ്ങൾക്കെല്ലാം ഐസ്ക്രീം വാങ്ങിച്ചേരികയൊക്കെ ചെയ്യില്ലായിരുന്നു. അത്രയേ ഉള്ളൂ. കുറച്ചുകൂടെയൊക്കെ ഒരു കൃപാലുവായിട്ട് പെരുമാറും രാജകുമാരനാണെന്നുള്ള ബോധമുണ്ടെങ്കിൽ. അതില്ലാത്തടത്തോളം കാലം, അത് അറിഞ്ഞുകൂടാത്തടത്തോളം കാലം, തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ധനം എന്താണ്, സമ്പത്ത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തിടത്തോളം നമ്മുടെ പാപ്പരത്വത്തെക്കുറിച്ച് മാത്രമേ ബോധം കാണുള്ളൂ. അല്ലേ? ശരിയല്ലേ? ഇതുപോലെ പ്രേമസ്വരൂപനായിരിക്കുന്ന ഞാൻ അത് മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലം എന്നിൽ പ്രേമം അങ്കുരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രേമം ഉണ്ടാക്കിയെടുക്കേണ്ട വരുന്നതായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് മാത്യു പറയുന്നത്, മാത്യു തോന്നുന്നത്. മാത്യുവിനല്ല, എല്ലാവർക്കും തോന്നുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ടാണ് ആ തോന്നൽ വരുന്നത്, ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്ന് തോന്നുന്നത്. ചോദ്യം എന്തായിരുന്നു അപ്പോൾ അവസാനം വന്ന് നിന്നവിടെ? ഒരു ജന്മത്തിൽ സ്നേഹമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ അത് ഓപ്പോസിറ്റായിട്ട് ഉപദ്രവമായി മാറുന്നത് എങ്ങനെയാണ്? അതെ, ഇങ്ങനെ, അതാണ് രണ്ടാമത്തെ ഭാഗം. ഇത് രണ്ടും നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അപ്പം നമ്മളോട് വിരോധം തോന്നുന്ന, ഇപ്പോൾ ഈ വാര്യർ റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുന്ന സൈക്കിളിൽ പോകുന്ന ഒരാൾക്ക് നമ്മളോട് വിരോധം വല്ലതും ഉണ്ടോ? ഒരു ഓട്ടോറിക്ഷക്കാരനോ നടന്നു പോകുന്ന ആളോ അതുവഴി ഓറഞ്ച് വിറ്റുകൊണ്ടിരിക്കുന്ന ആൾക്ക് നമുക്ക് വല്ല വിരോധമുണ്ടോ? ഇല്ല. നമുക്ക് എന്തെങ്കിലും മമതയോ ബന്ധമോ ഉണ്ടെങ്കിലല്ലേ വിരോധം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ചെറിയ അടുപ്പമോ പരിചയമോ ചർച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹമായാലും വിരോധമായാലും ഉണ്ടാകും. ഇത് രണ്ടും ഒരേ എനർജി തന്നെയാണ്, നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ മാത്രമാണ്. അപ്പോൾ ഒന്ന് കുറേ നാൾ സാച്ചുറേറ്റ് ചെയ്യുമ്പോൾ അത് തിരിച്ചെടുത്തിടും, മറ്റേതാവും. അതാണ് നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ, നമ്മുടെ ഗുരുവിനോടുള്ള ബന്ധമായിരുന്നാലും വ്യക്തികളോടുള്ള ബന്ധമായിരുന്നാലും നമ്മൾ എനർജി എടുത്ത് വെച്ച് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. എനർജൈസേഷൻ ഓഫ് അവർ റിലേഷൻഷിപ്പ് അത് ആവശ്യമില്ലാത്ത ഒരു ജോലിയാണ്. നമ്മളിലുണ്ട് സംഭരിതമായിരിക്കുന്ന എനർജിയെ മുഴുവൻ എടുത്ത് അതെല്ലാം ഒഴിച്ച് തീർത്തുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ടുള്ള കെയർ കാണിപ്പോൾ, ഭയങ്കരമായിട്ടുള്ള എന്തൊക്കെ അഭ്യാസം കാണിക്കാമോ അതെല്ലാം കാണിക്കാൻ വേണ്ടിയുള്ള അതിലെന്ത് പറ്റുന്ന പെട്ടെന്ന് ബാങ്കപ്പറ്റായി പോകും. ആ എനർജി തീർന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ എനർജി പിന്നെ എവിടെ ഫ്ലോ ചെയ്യുള്ളൂ? എതിർപ്പിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. പിന്നെ ഉടനെ അവരെന്ത് ചെയ്യും? എതിരെ തിരിയും. എന്നിട്ട് വിപരീത സ്വഭാവത്തിൽ ദേഷ്യത്തോടുകൂടി ശത്രുതയോടുകൂടി പെരുമാറി ഇതെല്ലാം തിരിച്ചടിക്കും. എന്തൊക്കെ നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് കൂട്ടിയോ അതൊക്കെ തിരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കും. അതൊരു അഭൗമമായ ശക്തി ആ സമയത്ത് അവർക്ക് കാണാം. ഒരു ഗുരുവിൻ്റെ അടുത്ത് പിന്നെ എത്തിച്ചേരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഗുരുവിനെ സംബന്ധിക്കുന്ന ഒരു വാക്ക് പോലും സംസാരിക്കാത്ത, നല്ല വാക്കുകൾ പോലും സംസാരിക്കാൻ വളരെ മടിക്കുന്ന ആൾക്കാർ പോലും ഗുരുവിനോട് പിണങ്ങി കഴിയുമ്പം 1000 നാക്കായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അതെന്തുകൊണ്ടാണ്? മറ്റേത് പറയാനുള്ള കഴിവ് അയാൾക്ക് ഇല്ലായിരുന്നു. എന്നാൽ ഈ എനർജി ഉണ്ടല്ലോ, ഇതിങ്ങനെ കിടന്ന് തള്ളുകയാണ്. അപ്പോൾ അത് പരമാവധി ഈ ഗുരുവിൽ നിന്ന് സ്വീകരിച്ച മുഴുവൻ സംഗതികളും തിരിച്ച് തള്ളണം. അത് പ്രകൃതിയുടെ നിയമമാണ്. അതിനുവേണ്ടി അവർ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ചീത്ത പറഞ്ഞൊരു നാമജപം പോലെ പിന്നെ സപ്താഹത്തിന് ജപിക്കും പോലെ ഇരുന്ന് ഇത് മുഴുവൻ തീർത്തുകൊണ്ടിരിക്കും. ഇത് രണ്ട് വശങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ജന്മത്തിൽ സ്നേഹവും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒളിഞ്ഞു കിടക്കുന്നൊരു വൈരാഗ്യമോ ശത്രുതയോ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഒരു ബുദ്ധൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ശത്രുത സഹിതമായിരിക്കുന്നതല്ല. ഇതുകൊണ്ട് തന്നെ അതേസമയം ഒരു ബദ്ധനായിരിക്കുന്നവൻ, വിവരദോഷിയായിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഉപരിപ്ലവമായിരിക്കുന്ന കാര്യമാണ്. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഭഗവാനല്ലാതെ എനിക്കൊന്നുമില്ല, ഞാൻ തന്നെ ഭഗവാൻ, എൻ്റെ മനസാക്ഷി തന്നെയാണ് ഭഗവാൻ എന്നൊക്കെ പറയുന്നവരെ അപ്പം സൂക്ഷിച്ചുകൊള്ളുക. അത് ഉപരിപ്ലവമായ ചിന്തകളാണ്. അവർക്ക് പോലും അറിയാത്ത സെൽഫ് ഹിപ്നോസിസുകളാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് പിന്നെ ആ എനർജി തിരിച്ച് വർക്ക് ചെയ്യും, അതുപോലെ തിരിച്ച് വർക്ക് ചെയ്യും. അപ്പം എന്തുകൊണ്ട്
എങ്ങനെയാണോ ഒരു ജീവിതത്തിൽ അത്തരത്തിലൊരു മാനസികമായ ബന്ധത്തിലുണ്ടായിരുന്നത്, അവിടെ വെച്ച് തന്നെ അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തുമ്പോൾ നേരെ തിരിയുന്നു എന്ന് പറഞ്ഞില്ലേ, തിരിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ജീവിതം ബാക്കി കാണില്ല. സ്വാഭാവികമായിട്ടും അടുത്ത ജന്മത്തിൽ വന്ന് ഈ വൈരാഗ്യമോ ശത്രുതയോ കാണിക്കാൻ വേണ്ടി അടുത്ത ജന്മം എടുക്കേണ്ടി വരും. അഥവാ അടുത്ത ജന്മം എടുക്കേണ്ടി വരുന്ന ഇതിനു വേണ്ടിയൊന്നുമല്ല, അടുത്ത ജന്മം എന്തായാലും വരുന്നുണ്ട്. വരുമ്പോൾ അവിടെ കാണിക്കുന്നത് ശത്രുതയായിരിക്കും. അതുകൊണ്ടാണ് ഈ തമാശയ്ക്ക് പറയാറില്ലേ, ശത്രുക്കളാണ് മക്കളായിട്ട് ജനിക്കുന്നത് പറയാറില്ലേ, നാട്ടു മലയാളികളുടെ ഇടയിൽ സംസാരമാണ്. അതിന് കാരണം എന്ന് പറയുന്നതാണ്. കാരണം അങ്ങനെയുള്ള വൈകാരിക അവസ്ഥകൾ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവ നമ്മളെ കൊണ്ട് പുതിയ പുതിയ കർമ്മ സാധ്യതകളിലേക്ക് കൊണ്ടുവിടുന്നു. അവിടെ കിടന്ന് നമ്മൾ വീണ്ടും പഴയതുപോലെ കാണിക്കും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്ലെയിനായിരിക്കുക, വളരെ പ്ലെയിനായിരിക്കുക. നമ്മളെക്കുറിച്ച് തന്നെ ആവശ്യമില്ലാതെ കുറ്റം കൊള്ളേണ്ടെന്ന് ഒരു കാര്യമില്ല. ഞാൻ വളരെ സിമ്പിളാണ് എന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. ഞാനൊരു സംഭവമാണ് കേട്ടോ, വിചാരിക്കും പോലെയല്ല എന്ന് നമ്മൾ ഊതിക്കെട്ടി വയ്ക്കുന്ന സാധനം ഒരു ബലൂൺ പോലെ ഒരു ചെറിയ സൂചിയുടെ ആവശ്യമേ ഉള്ളൂ. ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ജീവിതത്തിലെ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ശാരീരികമായ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന പ്രതിസന്ധിയാണ്. വൈകാരിക പ്രതിസന്ധിയൊക്കെ നമ്മൾ ചിലപ്പം ഈ ഈഗോ വെച്ചുകൊണ്ട് കൊണ്ടുപോകും. പക്ഷെ ഒരു എക്കിളെടുക്കുന്നു, ഉദാഹരണം, അത് നിൽക്കുന്നില്ല, തീർന്നു. ഈ ഊറ്റം കൊള്ളലും സംഗതികളൊക്കെ തീർന്നു. ഡോക്ടർ ശരിയല്ലേ, തീർന്നു. പിന്നെ അതിനു വേണ്ടി ആശുപത്രിയിൽ പോയി കണ്ടു, തീർന്നു, അതിൻ്റെ പിറകെ ആയി. ഇത്രയേ ഉള്ളൂ, നിസ്സാരമായ കാര്യം. കാരണം നിസ്സാരമായിരിക്കുന്ന ശരീരത്തിനകത്തിരുന്നുകൊണ്ട് ആ ശരീരത്തിൻ്റെ അഹങ്കാരം എടുത്തു വെച്ചാണ് നമ്മൾ ഈ വേഷം കിട്ടുന്നത്. നിസ്സാരമാണത്, നിത്യമല്ല. അതുകൊണ്ട് ഒരുവൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന എനർജി മുഴുവൻ തെറ്റായ വഴിയിലും കൂടെ ഒഴുകാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ശത്രുതയിലേക്കും പോവാം. അങ്ങനെ പോകുന്നു എന്നാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, പിന്നെ മാത്യു അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നു എനിക്ക്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊരു ശത്രുതയിലേക്ക് വരുന്ന എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടാണ്. അല്ല അടുത്ത ജന്മത്തിൽ ശത്രുത വരുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അത് ശ്രദ്ധിച്ചിട്ടില്ല. സാറിന് ആ ജന്മങ്ങളിലെ കണക്ക് പറഞ്ഞതുപോലെ മാത്യു അതിനെ ഒന്ന് അടുപ്പിച്ചെടുത്തു, തൊട്ടടുത്ത് തന്നെ ശത്രുത റെഡിയാക്കി എടുത്തു. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അടുത്ത് ഒരുപാട് പൊസസ് ചെയ്യാനുള്ള താല്പര്യം, ഫ്രണ്ട്ഷിപ്പിനുള്ള താല്പര്യം, അതെല്ലാം കഴിഞ്ഞ് ഒളിച്ചോടിപ്പോകാനുള്ള താല്പര്യം, ഒളിച്ചോടിപ്പോകൽ എല്ലാം കഴിഞ്ഞ് ജനമധ്യത്തിൽ തന്നെ പ്രാജാപത്യമായിരിക്കുന്ന രീതിയിൽ തന്നെ വിവാഹം കഴിക്കുക, പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് കെട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കെട്ടിയാലും വേണ്ടാന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് ആ മാർജിനൽ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. എക്കണോമിക്സിൽ പഠിച്ചവർക്കറിയാം. അതൊരു സ്റ്റേജ് കഴിയുമ്പോൾ നെഗറ്റീവ് യൂട്ടിലിറ്റിയിലേക്ക് താഴോട്ട് പോകും. ഉദാഹരണം, നമ്മളൊരു തുണിക്കട എടുക്കും. ഈ തുണിക്കടയിൽ വിൽക്കാൻ ആൾക്കാർ വരുന്നു, അവർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി ആൾ ഇപ്പോൾ ഉണ്ട്. നല്ല തിരക്കായിട്ട് നമ്മൾ കുറച്ചുകൂടി ആൾക്കാർ വയ്ക്കുന്നു. അവർ കൂട്ടുന്നത് ഓണം പോലെ സമയത്തൊക്കെ വളരെയധികം തിരക്കുണ്ട്, അതെല്ലാം ആവശ്യമാണ്. അത് കഴിയുമ്പോൾ എന്ത് പറ്റുന്നു, ഒരാൾ കയറി കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ പൊതിയും. അവസാനം അവിടെ ആൾ കയറാതാവും. എന്തിനാണോ നമ്മളവിടെ ആൾ വെച്ചത് അത് നെഗറ്റീവായിട്ട് മാറുന്നു. അവർക്ക് പേടിയായി ഇപ്പോൾ ഇവിടെ കയറാൻ വേണ്ടി. അതുകൊണ്ട് ഈ വലിയ ബ്രാൻഡ് ഐറ്റങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ, ബെനറ്റൻ പോലുള്ള കടകളിലൊക്കെ ഒരു കസ്റ്റമർ കയറി കഴിഞ്ഞാൽ കസ്റ്റമർ അറ്റൻഡ് ചെയ്യാനേ പാടില്ല. അതാണ് ട്രെയിനിങ്. ഉണ്ടായിരുന്നു. കസ്റ്റമർ പോയി നടന്ന് കണ്ടുപിടിച്ച് ഒരു 10-40,000 രൂപയുടെ ബില്ലെങ്കിലും വാങ്ങിച്ചിട്ടേ അയാൾ പോകുള്ളൂ. അതാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് അവിടെ. അത്രയ്ക്ക് ശമ്പളമുണ്ട്. കാരണം അവർ നോക്കി വാങ്ങിച്ചോളും, അവരെ ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഓടി കിടന്ന് അവരുടെ കച്ചവടം നടത്താൻ അങ്ങനെ ഒരു സംഗതിയെല്ലാം ഒരു നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരും എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളൊരു കൃഷി വലുതാവുന്നതിന് വേണ്ടി നമ്മൾ വളമിടുന്നു. കുറച്ച് വളമിട്ടപ്പോൾ വിളവ് കൂടി, കുറച്ചുകൂടി ഇട്ടപ്പോൾ കുറച്ചുകൂടി വിളവ് കൂടി, വീണ്ടും വളം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വിളവില്ലാതെ പോകും. ശരിയല്ലേ? അതാണ് നെഗറ്റീവ് യൂട്ടിലിറ്റി, നെഗറ്റീവ് മാർജിനൽ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഒരു ബന്ധം കടന്നു പോകാനുള്ള സാധ്യത 100%. അതാണ് ഞാൻ പറഞ്ഞത് വിരോധമായിട്ട് മാറുന്നു. അല്ലാതെ എല്ലാം അടുത്ത ജന്മത്തിൽ വിരോധമായി മാറണം എന്നർത്ഥമൊന്നുമില്ല.
ഇപ്പം തീവ്രമായിരിക്കുന്ന ബന്ധമാണെങ്കിൽ സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. വലിയ തീവ്രത കാണിക്കുകയാണെങ്കിൽ നമ്മൾ പരമശിവനെ പയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അടുത്ത കൊല്ലം പരമശിവൻ്റെ മുമ്പിലായിരിക്കും ആക്രോശങ്ങൾ കാണിക്കുന്നത് മുഴുവൻ. കാരണം നമ്മളിങ്ങനെ ഒരു മെൻ്റലായിട്ടൊരു സംഗതി ഉണ്ടാക്കി ബ്ലോക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പല നമ്മുടെ രക്ഷപ്പെടലിനും പരമശിവൻ സാക്ഷിയാക്കി വെച്ചിരിക്കുകയാണ്. മനസ്സാവശ്യപ്പെടുന്ന പല കാര്യങ്ങളും പരമശിവനെ പ്രതി ഒഴിഞ്ഞു മാറും. മനസ്സിൻ്റെ ഒരു കോണിൽ പരമശിവനോട് പരാതി പറയും, താൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഒന്നും നടക്കാതെ പോയത് എന്നും പറഞ്ഞോളൂ. ഇത് ബോധമനസ്സിലുണ്ടാകുന്നതില്ല, അബോധ മനസ്സിലുണ്ട്. ഈ അബോധ മനസ്സ് വർക്ക് ചെയ്ത് അടുത്ത ശരീരത്തിലേക്ക് പോകുമ്പോൾ നേരെ തിരിച്ചായിരിക്കും. ഇതിന് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ആ പരമശിവനാണ് സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ട്. ശരിയല്ലേ? അതാണ് ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളിലും ഉപാസനകളിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി. വൈകാരികമായ ബന്ധമൊക്കെ നല്ല കാര്യം തന്നെ, ശരിയായിട്ടല്ലെങ്കിൽ അത് അപകടം ചെയ്യും എന്നുള്ളതാണ്. മീരയെ പോലെ കൃഷ്ണനോടുള്ള പ്രേമത്തെ അത് ഒരു ഉന്നതമായ സ്ഥലത്തെത്തി, ഒരു സാഹചര്യത്തിലെത്തി, അത് പൗരുഷത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടം നമ്മൾ കാശിയിൽ ചെന്നുള്ള കവിതകളിൽ നമ്മൾ കാണുന്നുണ്ട് അവസാനം ആകുമ്പോഴേ. അപ്പോൾ അതൊരു ഒരു മെറ്റാമോർഫോസിസാണ് മീരയുടെ കാര്യത്തിൽ. അതിലേക്കാണ് പോകേണ്ടത്, അല്ലാതെ കെട്ടിക്കിടക്കാൻ വേണ്ടിയുള്ളതല്ല. അതാർക്കും ഇഷ്ടപ്പെടുന്നില്ല, ഒരു ദേവതയും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അങ്ങനെയാണ് വിരോധം ഉണ്ടാകുന്നത്, അല്ലാതെ ഒരു യാന്ത്രികമായ വിരോധമാണെന്ന് തെറ്റിദ്ധരിക്കരുത്.